ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്കൊരു അടിപൊളി സോയാബീൻ റൈസിന്റെ റെസിപ്പി നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് ആദ്യം വേവിക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെക്കുക. അത് അവിടെ ഇരുന്ന് വേവട്ടെ. വേറൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഞാനിവിടെ 200 ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ആ തിളച്ച വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും ഈ ഒരു സോയാബീനും കൂടെ തട്ടിക്കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് ഇനി സോയാബീൻ വെന്ത് കഴിയുമ്പോൾ രണ്ടായിട്ട് മുറിച്ച് ഇതുപോലെ വെക്കുക. സവാള എല്ലാം നല്ല സ്ലൈസ് പോലെ അരിഞ്ഞിട്ട് ഇതുപോലെ വെക്കുക. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഒന്നും വേണ്ട, കുറച്ച് പച്ചമുളകും തക്കാളി മാത്രം മതി. നമുക്ക് എല്ലാം കൂടി ഇത് റൈസ് ആക്കി എടുക്കാം. ബിരിയാണി പോട്ടിലേക്ക് നെയ്യും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഹോൾ സ്പൈസ് ഇട്ട് പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ചില്ലി ഫ്ലേക്സ്, തൈരും സോയാബീനും കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, വേവിച്ച് വെച്ച സോയാബീനും വേവിച്ച് വെച്ച റൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫസ്റ്റ് അമ്മൂമ്മയ്ക്കാണ് ഇത് കഴിക്കാൻ കൊടുത്തത്, കാരണം അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ. ഈ ഒരു റെസിപ്പി ഹോസ്റ്റലേഴ്സിനൊക്കെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.